ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം തുടർന്ന് പഠിക്കുവാനൊരു അവസരം ദൈവം നൽകി. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അന്യഭാഷ എന്നുള്ള വിഷയമാണ്. ടങ്സ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് എ കൺഫേമിംഗ് ഗിഫ്റ്റ്. ദൈവവചനം സംസാരിച്ചതിന് ശേഷം അത് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം കൊടുക്കുന്ന ഒരു കൃപാവരമാണ് അന്യഭാഷ. ഒരു പക്ഷേ ഇന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൃപാവരമാണ് അന്യഭാഷ എന്നുള്ളത്. കാരണം ചിലർ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വാസം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കേണ്ടത് അന്യഭാഷയിലൂടെയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവാണ് അന്യഭാഷ എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. മറ്റു ചിലർ ചിന്തിക്കുന്നത് മനുഷ്യർക്ക് ആർക്കും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു സ്വർഗീയ ഭാഷയാണ് അന്യഭാഷ എന്നുള്ളത്. നമ്മളിൽ പലരും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസും ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. അനേകം ആൾക്കാർ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു അവകാശവാദം, അതുപോലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. എന്നിട്ട് അന്യമതസ്ഥരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ അവരെല്ലാം വളരെയധികം കളിയാക്കുകയും ചെയ്യും. ഓക്കെ. പലപ്പോഴും അന്യഭാഷ എന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആലോചിക്കാതെ ഒരു വാക്ക് അല്ലെങ്കിൽ പല വാക്ക് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഉന്മാദ അവസ്ഥയിലെത്തുമ്പോൾ. ഈ ചില കൂട്ടരുകളിൽ ഈ ഒരു ഉന്മാദ അവസ്ഥ എത്തുന്നത് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാൻസ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ആ പാട്ട് ഒരു പ്രത്യേക വേഗതയിൽ പോകുമ്പോഴാണ്. എന്നുവെച്ചാൽ പതിയെ പോകുന്ന പാട്ടുകൾ അന്യഭാഷ ഞാൻ കണ്ടിട്ടില്ല. നല്ല ഫാസ്റ്റ് പാട്ടുകളിലാണ് അന്യഭാഷ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് അന്യഭാഷ എന്ന് അറിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് അന്യഭാഷയെപ്പറ്റി ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, ടങ്സ് ആർ എക്സിസ്റ്റിംഗ് ലാംഗ്വേജസ് ദാറ്റ് പീപ്പിൾ സ്പീക്ക് ഇൻ ദ വേൾഡ്, നോട്ട് ഇല്ലെജിബിൾ unidentifiable words that people speak in ecstasy and without self-control. സ്വയം നിയന്ത്രണമില്ലാതെ ഉന്മാദ അവസ്ഥയിൽ ആർക്കും അറിയാൻ പറ്റാത്ത, കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകളല്ല അന്യഭാഷ. മറിച്ച് ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു ഭാഷയാണ് ഭാഷ. ലോകത്തിൽ മറ്റ് വ്യക്തികൾ സംസാരിക്കുന്ന ഭാഷയാണ് ബൈബിൾ പറയുന്ന അന്യഭാഷ. രണ്ട്, tongues are existing languages known to the hearer, unknown to the speaker. കേൾവിക്കാർക്ക് അറിയാവുന്നതും സംസാരിക്കുന്ന ആൾക്ക് അറിയാത്തതുമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഭാഷ. കേൾവിക്കാർക്ക് അറിയാവുന്നതും സംസാരിക്കുന്ന ആൾക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരു കാര്യം. The speaker is not familiar with the foreign language since birth and not familiar over learning it. ഈ സംസാരിക്കുന്ന ആള് ചെറുപ്പം മുതൽ ആ ഒരു ഭാഷ പഠിച്ചിട്ടില്ല, പരിചയിച്ചിട്ടുമില്ല. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ജർമ്മൻ ഭാഷ പറയുമെന്ന് വിചാരിക്കും. ഞാൻ ഈ ഭാഷ ചെറുപ്പം മുതൽ പരിചയിച്ചിട്ടില്ല, അറിയത്തുമില്ല, എഴുതാനും വായിക്കാനും അറിയത്തില്ല. പക്ഷെ ഞാനത് പറയുന്നു. ദാറ്റ് ഈസ് വാട്ട് ടങ്സ് ആർ. അതാണ് അന്യഭാഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 11 വാക്യത്തിൽ ഭാഷയുടെ ഉള്ളടക്കം എന്താണ് അതും കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ദ കണ്ടന്റ് ഓഫ് ടങ്സ് ആർ ദ മൈറ്റി വർക്ക്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ് അന്യഭാഷയുടെ ഉള്ളടക്കം. എന്നുവെച്ചാൽ കേൾവിക്കാർക്ക് എന്താണ് മനസ്സിലാവേണ്ടത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു വിവരണമാണ് അന്യഭാഷ. അല്ലാതെ ആലോചിക്കാതെയും ചിന്തിക്കാതെയും പറയുന്ന എന്തെങ്കിലും കുറേ വാക്കുകളല്ല അന്യഭാഷ. കേൾവിക്കാർക്ക് മനസ്സിലാവണം ദൈവത്തിൻ്റെ ക്രിയകളെ പറ്റി. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച്
ഈ ഒരു വിഷയം നമ്മൾ നോക്കുമ്പോൾ 5 വേദഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം 5 വേദഭാഗങ്ങളെ അന്യഭാഷയെ പറ്റി പറയുന്നുള്ളൂ പുതിയ നിയമത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 2, 10, 19, 1 കൊരിന്ത്യർ 12 മുതൽ 14 വരെ. ഈ 5 അധ്യായങ്ങൾ മാത്രമേ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 2-ൽ നമ്മൾ എന്താണ് കാണുന്നത്? അരാമ്യ എബ്രായ ഭാഷ സംസാരിക്കുന്ന, ഗലീലിയൻ ശൈലിയിൽ സംസാരിക്കുന്ന 120ഓളം വിശ്വാസികൾ നമ്മൾ കാണുന്നുണ്ട്. 120 odd people whose native language is Aramaic and Hebrew spoken in Galilean dialect. ഇതാണ് അപ്പോസ്തലപ്രവൃത്തി 2:7 നമ്മൾ കാണുന്നത്. സംസാരിക്കുന്നത് ഈ കൂട്ടമാണെങ്കിൽ കേൾവിക്കാർ മറ്റൊരു കൂട്ടമുണ്ട്. The listeners have come from every nation under heaven, specifically from 15 geographical regions. വ്യത്യസ്തമായിട്ടുള്ള 15 സ്ഥലങ്ങളിൽ നിന്നും, അതായത് അനേകം ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കേൾവിക്കാർ ഇവിടെ ഉണ്ട്. ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ നേറ്റീവ് ലാംഗ്വേജ്. അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ഭാഷകളുണ്ട്. These 120 odd disciples don't have any prior familiarity with any of these 15 foreign languages that they speak. ഈ 120-ൽ പരം ഉള്ള വിശ്വാസികൾ ഇനിയും പറയാൻ പോകുന്ന അന്യഭാഷയെപ്പറ്റി ഇവർക്ക് ബാല്യം മുതൽ ഒരു പരിചയമില്ല. നേരത്തെയുള്ള അറിവ് ഇനി സംസാരിക്കാൻ പോകുന്ന ഭാഷയിലില്ല. ഈ പറയുന്നതിൻ്റെ എല്ലാം ഉള്ളടക്കം അത് പരിശുദ്ധാത്മാവ് നൽകിയതാണ്. ആ ഉള്ളടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ്. അത് കേൾവിക്കാർ വ്യക്തമായിട്ട് മനസ്സിലാക്കി. വേറൊരു കാര്യം കൂടെ ഉണ്ട്. These 120 odd believers were consciously speaking in tongues and made a conscious decision to stop speaking so that Peter could address the crowd in a language that both parties could understand. അതായത് നമ്മൾ ഇന്ന് കാണുന്ന അന്യഭാഷ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരം ഉന്മാദ അവസ്ഥയിൽ ബോധമില്ലാതെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം ശ്രദ്ധിച്ചാൽ ബോധപൂർവമാണ് അവർ അറിഞ്ഞിട്ടില്ലാത്തൊരു ഭാഷ സംസാരിക്കുന്നത്. They speak it consciously. പിന്നെ അത് സംസാരിക്കുന്നത് നിർത്താനുള്ള തീരുമാനവും ബോധപൂർവമാണ്. ഇവിടെ ആരെങ്കിലും അലറെ തന്നെ ഇവരുടെ സംസാരം നിർത്തത്തില്ല. ഏതാ? ഈ അന്യഭാഷ എന്ന് ഇന്ന് പറയുന്ന ആൾക്കാരുടെ സംസാരം നിർത്തത്തില്ല. ക്യാമറ ഓഫ് ആകുമ്പോൾ അതും ഓഫാകും. എന്നാൽ ഇവിടെ പത്രോസിന് എല്ലാവരെയും സംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ബോധപൂർവം അവരുടെ സംസാരം നിർത്തി. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സംസാരിക്കുന്ന ഈ 120 പരം ആൾക്കാരുടെ തനതായ ഭാഷ അരാമ്യ എബ്രായ ഭാഷയാണ്. ഗലീലിയൻ ശൈലിയിലാണ് അവർ സംസാരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് അവരുടെ സ്ഥലത്തുള്ള ഭാഷകളുണ്ട്. എന്നാൽ ഇവർക്ക് തമ്മിൽ കോമൺ ഭാഷ ഏതാണെന്നറിയോ? യവന ഭാഷയാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന കോമൺ ലാംഗ്വേജ് ആണ് ഗ്രീക്ക്. ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ. നമ്മൾ മലയാളികൾക്ക് മലയാളമാണ് ഭാഷയെങ്കിൽ ഒറീസക്കാർക്ക് ഒറിയയാണ് ഭാഷ. എന്നാൽ നമ്മൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഭാഷയാണ് ഹിന്ദി. അറിയാവുന്നവർക്ക് കേട്ടോ. കേരളത്തിൽ എല്ലാവർക്കും അത് അറിയത്തില്ലെങ്കിലും അറിയാവുന്നവർക്ക് അതാണ് ഭാഷ. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ Aramaic is the native language of the 120. 15 foreign languages are there, which these 120 don't know. The Greek is a universal language which both the hearers and the listener and the speakers understand. ഇനി മറ്റൊരു കാര്യം, tongues are words of prayer or praise spoken to God. അന്യഭാഷ എന്നുള്ളത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നതല്ല, മറിച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥനയും സ്തുതിയുമാണ് അന്യഭാഷ എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൽ അന്യഭാഷ വരുന്ന 2 സെറ്റിങ്സ് ഉണ്ട്. ഒന്ന്, ഈ 2 സെറ്റിങ്സിലും സംസാരിക്കുന്ന ആൾക്ക് ഈ ഭാഷയെപ്പറ്റി പ്രയർ നോളജ് ഇല്ല. എന്നാൽ 2 സെറ്റിങ്സിൽ ഒരു സെറ്റിംഗ് ഇതാണ്:
ഈ സംസാരിക്കുന്ന ഭാഷ ആ കേൾവിക്കാർക്ക് അറിയാം. മറ്റ് സെറ്റിങ്ങിൽ കേൾവിക്കാർക്ക് അറിയത്തില്ല. ഈ രണ്ടാമത്തെ സെറ്റിങ്ങിലാണ് ഭാഷാവരത്തിൻ്റെ വ്യാഖ്യാനിയുടെ ആവശ്യം വരുന്നത്. ഇവിടെ പത്രോസും ബാക്കിയുള്ളവരും സംസാരിക്കുമ്പോൾ അവിടെ ഒരു വ്യാഖ്യാനിയുടെ ആവശ്യം വരുന്നില്ല. കാരണം മറ്റുള്ളവർക്ക് ഭാഷ അറിയാം. എന്നാൽ കൊരിന്തിലുള്ള സാഹചര്യം അതല്ല. ഈ സംസാരിക്കുന്ന ആൾ അത് സംസാരിക്കുമ്പോൾ ആ ഭാഷ സംസാരിക്കുന്ന ആരും ആ സദസ്സിലില്ല. അപ്പോൾ ആർക്കും ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു വ്യാഖ്യാനി വേണം. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഡിവിഷൻസ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഇനി purpose of tongues where the speech is unknown to the speaker and known to the listener. സംസാരിക്കുന്ന ആൾക്ക് അറിയാത്തതും കേൾക്കുന്ന ആൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള ഭാഷാവരത്തിൻ്റെ പ്രയോഗത്തിൻ്റെ പർപ്പസ്, ഉദ്ദേശം എന്താണ്? ഞാനിവിടെ 4 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1. Until the fall of Adam and Eve, there is only one language, and those who belong to God were united in service to God and fellowship with Him. ആദാമിൻ്റെയും ഹവ്വയുടെയും വീഴ്ച സംഭവിക്കുന്നവരെ ലോകത്ത് ഒരു ഭാഷ ഉണ്ടായിരുന്നു. അതേതാണെന്ന് ചോദിച്ചാൽ മലയാളമായിരിക്കത്തില്ല. നമുക്കറിയത്തില്ല. ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം. ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നവർ ദൈവത്തോടുള്ള സേവനത്തിലും അല്ലെങ്കിൽ ശുശ്രൂഷയിലും കൂട്ടായ്മയിലും ദൈവത്തോട് ഏകീഭവിച്ചാണ് നിന്നിരുന്നത്. വീഴ്ച സംഭവിച്ചതിന് ശേഷം ജനം അതേ ഭാഷ തന്നെയാണ് സംസാരിച്ചത്. വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പും ശേഷവും ഒരു ഭാഷയേ ഉള്ളൂ. പക്ഷേ വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പ് ദൈവത്തോടൊരു യോജിപ്പുണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം ദൈവത്തോട് വിരോധമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ വിരോധം ഒറ്റക്കെട്ടായിട്ട് മനുഷ്യൻ ദൈവത്തോട് കാണിക്കുകയാണ്. അതിൻ്റെ പാരമ്യം എത്തുന്നത് എവിടെയാണ്? ബാബേൽ ഗോപുരത്തിൻ്റെ സംഭവത്തിലാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു ഐക്യത്തെ കലഹപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിനെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്തത് ദൈവം അവരുടെ ഭാഷയെ കലക്കിയപ്പോഴാണ്. അങ്ങനെ അവർ ചിതറിപ്പോയി. പിന്നീട് അബ്രഹാമിനെ തനിക്കായിട്ട് വിളിച്ച് അതിലൂടെ ഇസ്രായേൽ എന്ന ദേശത്തെ സൃഷ്ടിച്ചപ്പോൾ അതിനിടയിൽ ഒരു ഭാഷ ഉണ്ടായി. There existed one language that God wanted them to use in service for Him. ദൈവത്തിന് തനിക്കായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു ഭാഷ ദൈവം ഇത്രയും ഭാഷകളുടെ ഇടയിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തു. അത് എബ്രായ ഭാഷ മേന്മയായതുകൊണ്ടല്ല കേട്ടോ. ഗോഡ് ചോസ്, ദൈവം തിരഞ്ഞെടുത്തു, അത്രയും നമുക്ക് പറയാനുള്ളൂ. Yet this language was not spoken by the rest of the world. എന്നാൽ ഈ ഭാഷ മറ്റ് ലോകത്തിലുള്ള മറ്റ് ആൾക്കാരൊന്നും സംസാരിച്ചിരുന്നില്ല. And they remained outside of the reach of God's plan of redemption. അങ്ങനെ ആയതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ രക്ഷണ പദ്ധതിക്ക് വെളിയിലാണ് നിന്നിരുന്നത്. In eternity future, the unity of language will be restored where one will once again speak the same language in service to God and in praise of Him. ഭാവിയിലുള്ള നിത്യതയിൽ ഈ ഭാഷയുടെ ഒരു ഐക്യം ദൈവം യഥാസ്ഥാനപ്പെടുത്തും. എന്തിനാ? എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചും സേവിച്ചുമായിരിക്കുവാൻ. അതാണ് വെളിപ്പാട് പുസ്തകം 7:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും സെഫന്യാവിൻ്റെ പുസ്തകം 3:9 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്നത്. The occurrence of tongues on the day of Pentecost is the beginning of the reversal of the curses that came because of the Tower of Babel incident. ബാബേൽ ഗോപുരത്തിൻ്റെ സംഭവത്തിൽ ഒരു ശാപം ദൈവം ലോകത്തിൻ്റെ മേൽ അയക്കുന്നുണ്ട്, ചിതറിപ്പോവാൻ വേണ്ടിയിട്ട് തരമുള്ള ശാപം. എന്നാൽ ആ ശാപത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നത് പെന്തക്കോസ്ത് നാളിൽ ആണ്. ഓക്കെ, ആ ശാപത്തെ ദൈവം നീക്കി മാറ്റി എല്ലാവരെയും കൊണ്ടുവരുന്നതിൻ്റെ ആദ്യ പടിയാണ് പെന്തക്കോസ്ത് നാളിലുണ്ടായ ഈ അന്യഭാഷയുടെ പ്രയോഗം. 2. As we examine the occurrence of tongues in the book of Acts, we find it occurring in chapter 2, 10 and 19. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിൻ്റെ 44 മുതൽ 46 വരെ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ നടന്ന ആ യോഗത്തിൽ, പിന്നെ
19 അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ എഫെസോസിൽ വെച്ച് പൗലോസ് യോഹന്നാന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഉള്ള സംഭവം. ബാക്കിയുള്ള എല്ലാ ഇവാഞ്ചലിസ്റ്റിക് മീറ്റിംഗ്സിലൊന്നും അന്യഭാഷ ഒരു ഫീച്ചറായിട്ട് നമ്മൾ കാണുന്നില്ല. പൗലോസ് മിഷണറി യാത്രകൾ പലതും ചെയ്തു. അവിടെ എങ്ങും ഒരു സ്ഥലം ഒഴികെ അന്യഭാഷയുടെ ഒരു ഓക്കറൻസും നമ്മൾ പൗലോസിന്റെ മിഷണറി യാത്രകളിൽ കാണുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ അന്യഭാഷ കാണുന്നു. പക്ഷേ പിന്നീട് 3 മുതൽ 7 വരെ യെരുശലേമിലാണ് ഇവരായിരിക്കുന്നത്. പിന്നീട് അന്യഭാഷയുടെ ആവശ്യമൊന്നും കാണുന്നില്ല നമ്മൾ. എന്തുകൊണ്ടാണ്? ഓൾറെഡി ആ ഒരു മെസ്സേജ് കൺവേ ചെയ്തു, എല്ലാവർക്കും അതിനോടൊരു അനുകൂല സാഹചര്യമായി. അതുകൊണ്ട് പിന്നെയും യെരുശലേമിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം ടങ്സ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അന്യഭാഷ എന്തുകൊണ്ടാണ് ഉണ്ടായത്? occurred at path-breaking occasions where the gospel was first preached to people who belonged to Gentile areas that were outside the geography of Israel. ഇസ്രായേൽ ദേശത്തിൻ്റെ പരിധിക്ക് പുറത്ത് നിൽക്കുന്ന അന്യജാതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ആദ്യമായിട്ട് സുവിശേഷം എത്തിക്കുമ്പോൾ ഉണ്ടായ പ്രതിഭാസമാണ് അന്യഭാഷ. Tongues were necessary as a sign in Acts 2. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ അന്യഭാഷ ഒരു ആവശ്യമായിരുന്നു. കാരണം എന്താ? ക്രിസ്തു മരിച്ച 50 ദിവസത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. 50 ദിവസം മുമ്പ് ഈ സദസ്സ് തന്നെയാണ് ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് അലറി വിളിച്ചത്. എന്നാൽ അതേ സദസ്സിന് അല്ലെങ്കിൽ അതേ ജനക്കൂട്ടത്തിന് ഒരു മാറ്റം വരണം. അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം. അവര് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് മുറവിളി ചെയ്തത്, അലറിയത്, അത് തെറ്റായി പോയെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനമാണ് അന്യഭാഷ. അവരുടെ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്ന ഒരു സന്ദേശം അവർ കേൾക്കണമെങ്കിൽ അതിനു മുമ്പ് അന്യഭാഷയുടെ ഈ പ്രതിഭാസം നടന്നിരിക്കണം. After this, tongues didn't happen for the rest of the time that the gospel was preached in the Jewish territory from Acts 3-7. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോസ്തലപ്രവൃത്തി 3 മുതൽ 7 വരെ പിന്നീട് യഹൂദ ദേശത്ത് സുവിശേഷം വ്യാപിക്കുമ്പോൾ അവിടെ ഒന്നും അന്യഭാഷയുടെ ആവശ്യകത ഇല്ല. 10 അധ്യായത്തിൽ സുവിശേഷം കൊർന്നേലിയോസ് എന്ന് പറയുന്ന അന്യജാതിക്കാരനായിട്ടുള്ള ഒരാളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവിടെ അന്യഭാഷ വരുന്നുണ്ട്. ദ ഗോസ്പൽ റീച്ചസ് കൊർന്നേലിയസ്. സുവിശേഷം കൊർന്നേലിയസിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പത്രോസും വളരെ നിർബന്ധത്തിന് ശേഷമാണ് കേട്ടോ. കാരണം പത്രോസ് ഇതുവരെ അന്യജാതിക്കാരുടെ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ ഇടപെട്ടിട്ടില്ല, പ്രത്യേകിച്ച് സുവിശേഷവുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഒരു ദർശനം, 3 ദർശനങ്ങൾ കൊടുത്തതിന് ശേഷമാണ് പത്രോസിന് ആ ഒരു അംഗീകാരം ഉണ്ടായത്. ഓക്കെ, ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം പത്രോസിനുണ്ടായിരുന്ന ആ ഒരു അകൽച്ച അത് നീക്കം ചെയ്തിട്ട് പത്രോസ് കൊർന്നേലിയസിൻ്റെ വീട്ടിൽ പോകുന്നു. ദൈവം ജാതികളെയും സ്വീകരിക്കുന്നു എന്നുള്ളത് പത്രോസിൻ്റെ കൂടെ പോയവരും മനസ്സിലാക്കിയത് എപ്പോഴാണ്? അന്യഭാഷ എന്നുള്ള സംഭവം നടന്നപ്പോഴാണ്. എന്നുവെച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എപ്രകാരം യഹൂദന്മാരുടെ ഇടയിൽ വന്നോ അപ്രകാരം തന്നെയാണ് അന്യജാതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും വരുന്നത്. അത് ഇവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അന്യഭാഷ എന്നുള്ള പ്രതിഭാസം അവിടെ നടന്നത്. പക്ഷെ അതിനുശേഷം അപ്പോസ്തലപ്രവൃത്തി 11 അധ്യായം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജാതികളുടെ ഇടയിൽ പലയിടത്തും സുവിശേഷീകരണം നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും അന്യഭാഷ നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. വി ഡോണ്ട് സീ ദാറ്റ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മാത്രമാണ് ഈ അന്യഭാഷ എന്നുള്ള പ്രതിഭാസം നടക്കുന്നത്. The next instance of tongues happens in chapter 19. 19 അധ്യായത്തിലാണ് അന്യഭാഷ എന്നുള്ള പ്രതിഭാസം നടക്കുന്നത്. എവിടെയാണെന്നറിയാമോ? യോഹന്നന്റെ സ്നാനം മാത്രം അറിയാവുന്ന ചില വ്യക്തികളെ പൗലോസ് എഫെസോസിൽ വെച്ച് പരിചയപ്പെടുന്നു. And they needed a confirmation about the baptism of the Holy Spirit which will be accomplished by Jesus, as mentioned by John. And this is why there was an occurrence of tongues here. യോഹന്നാൻ യേശുവിനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ യേശു ആൾക്കാരെ ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഇവർക്ക് വലിയ ഗ്രാഹ്യമില്ല. പക്ഷെ ഇവർക്ക് യേശുവിനെ പറ്റി അറിയണം. യോഹന്നാൻ പറഞ്ഞ കാര്യത്തെ പറ്റിയുള്ള ഗ്രാഹ്യം ഉണ്ടാവണം.
അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവരെ ഓർപ്പിക്കുന്ന ആത്മസ്നാനത്തെ പറ്റിയുള്ള കാര്യം ഇവർക്ക് ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ് അന്യഭാഷ ഇവിടെ ഉണ്ടായത്. എന്നാൽ എഫെസോസിലെ മറ്റ് പ്രദേശങ്ങളിലൊന്നും അന്യഭാഷ നടന്നിട്ടില്ല. ഇവർക്ക് വേണ്ടി മാത്രമേ അത് നടന്നിട്ടുള്ളൂ. Since there was no more people who had this confusion, there was no need of further tongues among them. കൂടുതൽ ആശയക്കുഴപ്പങ്ങളില്ലാത്തതുകൊണ്ട് ഇനിയും അന്യഭാഷയുടെ ഒക്കറൻസസ് ഇവരുടെ ഇടയിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇനിയും നടക്കാതിരുന്നത്. ദെൻ പർപ്പസ് ഓഫ് ടങ്സ്, മൂന്നാമത്തെ കാര്യം. ടങ്സ് ലൈക്ക് എനി അതർ ഗിഫ്റ്റ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ചർച്ച്. 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. വായിച്ചോളൂ. യെസ്, ഈ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെ ഇടയിൽ അന്യഭാഷയുണ്ട്. അത് ആത്മീക വർധനത്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സെൽഫിഷ് യൂസ് അല്ല, സ്വാർത്ഥതയുടെ ഉപയോഗമല്ല അവിടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്യഭാഷ എന്നുള്ള കൃപാവരം പ്രാഥമികമായിട്ട് അവിശ്വാസികൾക്കുള്ള ഒരു അടയാളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട പ്രധാന ഇടങ്ങളിലാണ് അന്യഭാഷ നടന്നിട്ടുള്ളത്, അല്ലാതെ ഒരു സാധാരണ സഭായോഗത്തിലല്ല. അതും ശ്രദ്ധിക്കണം. ഒരു സാധാരണ സഭായോഗത്തിൽ എങ്ങും അപ്പോസ്തല പ്രവൃത്തിയിൽ അന്യഭാഷ നടന്നിട്ടുള്ളത് നമ്മൾ കാണുന്നില്ല. മറിച്ച് അന്യമതസ്ഥരിൽ നിന്നുള്ള ആൾക്കാർ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്യഭാഷ നടന്നതാണ്. ഓക്കെ, അപ്പോൾ ഭാഷാവരത്തിൻ്റെ കാര്യം ഇതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ബ്രീഫായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. വിതൗട്ട് ദിസ് ടങ്സ് ഇസ് ഇൻകംപ്ലീറ്റ്. ഭാഷാ വ്യാഖ്യാനത്തിൻ്റെ വരം ഇത് പറയാതിരിക്കുമ്പോൾ അന്യഭാഷ പൂർത്തിയാവുന്നില്ല. ഇതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിലാണ്, 1 Corinthians 14. ആദിമ നൂറ്റാണ്ടിൽ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. ചില സഭകളിൽ സംസാരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഈ അന്യഭാഷ അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2 സെറ്റിങ്സിൽ, ഒരു സെറ്റിങ്ങിൽ കേൾക്കുന്ന ആൾക്ക് അറിയാം, മനസ്സിലാവും. ഇതിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാതെ പോകും. ഓക്കെ, അപ്പോൾ ഇത് ആത്മാവിനാലായതുകൊണ്ട് ഇതും നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ കേൾവിക്കാർക്ക് കേൾക്കുന്നതിലൂടെ ആത്മീയ അഭിവൃദ്ധി വരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു വ്യാഖ്യാനി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ഗിഫ്റ്റ് അവിടെ ഉണ്ടാവുന്നത്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, ഭാഷാവരത്തിൻ്റെ വ്യാഖ്യാനി എന്നുള്ള ആ ഒരു ആത്മീക വരം, അതും ഒരു സൂപ്പർ നാച്ചുറൽ വരമാണ്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ട്രാൻസ്ലേഷൻ ഒന്നുമല്ല അത്. ഇന്നത്തെ ട്രാൻസ്ലേഷനിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് ട്രാൻസ്ലേറ്ററിൻ്റെ ഭാഷ അറിയണം, കേൾക്കുന്ന ഭാഷയും അറിയണം. ഇത് രണ്ടും ജന്മന അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അറിയുന്നത് അല്ലെങ്കിൽ ആർജിക്കുന്ന കാര്യമാണ്. ഇതങ്ങനെയല്ല. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ് തികച്ചും സ്പിരിച്വലാണ്. എന്ന് വെച്ചാൽ പ്രയർ നോളജ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. കേൾക്കുന്ന ഭാഷ തർജ്ജമ ചെയ്യുമ്പോൾ അത് നേരത്തെയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആത്മാവ് കൊടുക്കുന്ന അരുളപ്പാട് അതേപോലെ പകർന്നു കൊടുക്കുന്നതാണ് ഇവിടെ. അതും നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. We need to understand that this gift doesn't refer to the skill of translating a language, foreign language to our native language. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഭാഷകൾ പഠിച്ച് ഈ ഒരു കാര്യം ആർജിക്കാം. Interpretation of tongues are done by people who don't have a prior
അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലാംഗ്വേജ് ദാറ്റ് ഇസ് ബീങ് സ്പോക്കൺ ബൈ ദോസ് ഹു സ്പീക്ക് ഇൻ ടങ്സ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അന്യഭാഷ എന്തല്ല, അന്യഭാഷ എന്താണ്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്, പിന്നെ ഭാഷയുടെ വ്യാഖ്യാനം അതെന്താണ് നമ്മളിന്ന് ചിന്തിച്ചു. അടുത്തയാഴ്ച നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന 4 വിഷയങ്ങളാണ്. ഒന്ന്, ഗൈഡ് ലൈൻസ് ഫോർ ടങ്സ്, അന്യഭാഷ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഡു ഓൾ സ്പീക്ക് ഇൻ ടങ്സ്, അന്യഭാഷ എല്ലാവർക്കുമുള്ള ഒരു കൃപാവരമാണോ എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യും. 3, ഈസ് ടങ്സ് എ സൈൻ ഓഫ് വൺ സാൽവേഷൻ, ഒരു വ്യക്തിയുടെ രക്ഷയുടെ അടയാളമാണോ അന്യഭാഷ എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം. 4, ഡു ടങ്സ് എക്സിസ്റ്റ് ടുഡേ, ഇന്ന് അന്യഭാഷ ഉണ്ടോ എന്നുള്ളത്. ഈ 4 ചോദ്യങ്ങളാണ് ഇനിയുള്ള സെഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ, വളരെയധികം ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പോകാതിരിക്കുവാൻ. പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ കാര്യത്തിൽ തെറ്റിപ്പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇത് കേട്ട് നമുക്ക് ഇതൊക്കെ പ്രാവർത്തികമാക്കാം നമ്മുടെ ജീവിതത്തിൽ. ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.